പായസമില്ലാതെ സദ്യ എങ്ങനെയല്ലേ കംപ്ലീറ്റ് ആവുക? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തിരുവോണം സ്പെഷ്യൽ പാലട പായസം റെസിപ്പി ആയിട്ടാണ്. ഒരു വെറൈറ്റി പാലട പായസമാണ്. ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഡബിൾ ഹോസിൻ്റെ റൈസ് പാലടയാണ് എടുത്തിട്ടുള്ളത്. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാലടയാണ് ആവശ്യമായിട്ടുള്ളത്. മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ വരെയൊക്കെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് പാല് തിളപ്പിച്ചെടുക്കണം. 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കണം. അരമണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. എന്നിട്ട് ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം പച്ചവെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് അട പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടയൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റൗവിൽ വെച്ചിട്ട് അട കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് അടുത്ത സ്റ്റൗവിലേക്ക് മാറ്റാം. ഇവിടെ വേറൊരു പാൻ എടുത്ത് വെക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇത് ചേർത്ത് ഉടൻ തന്നെ നമുക്ക് സ്പൂൺ വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് മെൽറ്റായി തുടങ്ങുമ്പോൾ സ്പൂണോ സ്പാച്ചുല വെച്ചിട്ടൊന്നും ഇത് തൊടാൻ പാടില്ല. ഇത് തനിയെ അങ്ങ് മെൽറ്റായിട്ട് വരട്ടെ. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലൊന്നും ഇടാൻ പാടില്ല. പിന്നെ ഇതുപോലെ ഇടയ്ക്കൊന്ന് കറക്കിയെടുക്കാം. അന്നേരം മെൽറ്റ് ആവാത്ത ഭാഗങ്ങളിൽ പഞ്ചസാരയൊക്കെ പെട്ടെന്ന് അങ്ങ് മെൽറ്റായിക്കോളും. നേരത്തെ പറഞ്ഞ പോലെ സ്പാച്ചുല സ്പൂണൊന്നും വെച്ചിട്ട് തൊടാൻ പാടില്ല. ഇതുപോലെ നമുക്ക് ഇടയ്ക്കൊന്ന് കറക്കിയെടുക്കാം. പഞ്ചസാര മെൽറ്റായി വന്നിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്ത ഉടൻ തന്നെ ഒന്ന് കട്ട കിട്ടും. ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കും. അതൊന്നും കുഴപ്പമില്ല. നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. മിൽക്ക് മെയ്ഡ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അത് ശരിയായിക്കോളും. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്, അത് മറക്കരുത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പായസം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുമുണ്ട്. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ വൈറ്റ് ചോക്ലേറ്റ് നമുക്കിനി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ പായസം വീണ്ടും ഒന്ന് കുറുക്കിയെടുക്കണം. പായസത്തിന് ലൈറ്റ് മധുരം മാത്രമേ ഉള്ളൂ. മധുരം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് പായസം കുറുക്കിയെടുക്കാം. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡ് വീണ്ടും ചേർക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്താലും മതിയാകും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പായസം ഇവിടെ കുറുകിയിട്ട് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്ത കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാരമൽ വൈറ്റ് ചോക്ലേറ്റ് പാലട പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇത് കുറച്ച് ലൂസായിട്ട് തോന്നും. പക്ഷെ ചൂടാറി വരുമ്പോൾ വീണ്ടും കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അത്തം മുതൽ തിരുവോണം വരെ 10 ഓണവിഭവങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ഓണവിഭവങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഓണവിഭവങ്ങൾ ഇവിടെ തീരുന്നില്ല, പക്ഷെ തൽക്കാലത്തേക്ക് ഇതിവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും എല്ലാവർക്കും ഹാപ്പി ഓണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്